കാരണം കറിവേപ്പില അതല്ല ചാനൽ. അപ്പോൾ കറിവേപ്പില ഫസ്റ്റ്. ഇതിലെന്തൊക്കെ സാധനങ്ങൾ? അത് ചേനയുടെ തോരനല്ലേ ഉണ്ടാക്കാൻ പോണത്? ചേനയുടെ ഉപ്പേരി. ഞാൻ എൻ്റെ ഇതിലല്ലേ പറയുന്നത്. ചേനയും നേന്ത്രക്കായയും കൂടി ഒരു ഉപ്പേരി ഉണ്ടാക്കാൻ പോവുകയാണ്. നേന്ത്രക്കായ അറിയല്ലോ, നമ്മുടെ വാഴയിലുണ്ടായ. ശരി ശരി. അതിൻ്റെ തോലൊന്നും കളയേണ്ട കാര്യമില്ല. ചേനയും കായും കൂടി ചെറുതായി, എത്രത്തോളം ചെറുതായി അരിയണോ അത്രത്തോളം സ്വാദ് കൂടും. അപ്പം അത് ചെറുതായി അരിഞ്ഞ് വയ്ക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് സിമ്പിളാണ്. അരക്കി മുടിക്കൊന്നും വേണ്ട. നമ്മൾ പിന്നെ ചെയ്യേണ്ടത് അതിലേക്കുള്ള വറവിനുള്ള സാധനങ്ങളാണ്. കറിവേപ്പിൻ്റെ ഇല, വറ്റൽമുളക്, ഉള്ളി ചെറുതായി അരിഞ്ഞത്, അതൊക്കെ ഉണ്ട്. കടുക്. ഇതിപ്പോൾ ഓരോന്നോരോന്നായിട്ടൊന്ന് കാണിച്ചു തരുമോ അമ്മ? ഇത് കായയും ചേനയും അരിഞ്ഞു വെച്ചത്. ഇത് ഉള്ളി അരിഞ്ഞു വെച്ചത്. ചെറുള്ളി ആണെങ്കിൽ നന്നായി, അല്ലെങ്കിൽ വലിയ ഉള്ളി മതി. പിന്നെ കറിവേപ്പിൻ്റെ ഇല. പിന്നെ ഇത് വറ്റൽമുളക്. പിന്നെ നമുക്ക് എരിവ് ചിലർക്ക് എരിവ് നല്ല വേണ്ട എരിവ് ഉപയോഗിക്കുക. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇതായി ചീനമുളക് നനനനായിരിക്കും ഇതിൻ്റെ കൂടത്താം. എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുട്ടികളുടെ വീടാണെങ്കിൽ എരി അധികം വേണ്ടി വരില്ല. അങ്ങനെയാണെങ്കിൽ മുളക് ആവശ്യമില്ല. പക്ഷേ ഈ മുളക് നല്ല ആരോഗ്യത്തിന് നല്ല മുളകാണ്. അപ്പോൾ അങ്ങനെ. പിന്നെ കടുക്. ഇതെല്ലാം പിന്നെ ആദ്യം ഒരു ചീനച്ചട്ടി വെച്ചിട്ട് കാണിച്ചു തന്നാൽ മതി. ചീനച്ചട്ടി വെച്ചോളൂ. ഗ്യാസിൽ കത്തിച്ചു. അതിലേക്ക് എണ്ണ ഒഴിച്ചു. ഒരു 1.5 സ്പൂൺ അല്ലേ? അങ്ങനെയൊന്നുമില്ല, ആവശ്യത്തിന് ഒഴിക്കാം. എണ്ണയാണെങ്കിൽ എത്രയായാലും നല്ല എണ്ണയാണ്. നമ്മളിത് ഇവിടെ വീട്ടിലാട്ടിയ എണ്ണയാണ്. പിന്നെ ഓയിലൊന്നും ഉപയോഗിക്കാതിരിക്കുക. അല്ലാതെ ഉപ്പേരിക്കൊക്കെ ആവശ്യം സാധ് കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. ശരി. അപ്പം എനിക്ക് കടുക് ഇട്ടോട്ടെ. അതൊക്കെ ഒരു ഒരളവിനതാ കയ്യിൽ ഞാൻ ഒരളവിൽ ഇതൊക്കെ എടുക്കുക ചെയ്യുക. സ്പൂൺ കൊണ്ട് എടുക്കണവർക്ക് അങ്ങനെ എടുക്കാം. കടുക് ഇട്ടു. കടുക് പൊട്ടി കഴിഞ്ഞാൽ ഉള്ളി ഇടുക. അതിലേക്കിതാ ഉള്ളി അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ടു. പിന്നെ ആക്കണ കയ്യെ പോയിട്ട് കടുക് ഇട്ടു. കടുകിട്ടു. ഒരു വറ്റൽമുളക് പൊട്ടിച്ചിട്ടു. കറിവേപ്പില ഇട്ടു. ഇപ്പോൾ വറ്റൽമുളകും ഉള്ളിയും കടുകൊക്കെ ഇട്ടു. കടുകും കറിവേപ്പിലയും ഇട്ടു. ഇനി ഇളക്കണം അല്ലേ? നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ ഒത്തിരി കരിയൊന്നും ചെയ്യരുത്. നല്ല മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മളെ നുറുക്കി വെച്ച കായും ചേനയും ഉണ്ടല്ലോ, ഭക്ഷണം ഉപ്പേരി, അതങ്ങോട്ട് ഇടുക. ശരി. എത്രത്തോളം ചെറുതായി അത്രത്തോളം സ്വാദ് കൂടും. അതാണ് അതിൻ്റെ ഇട്ടോളൂ. ഞാനെന്നാ അതുവരെ ഒന്ന് ക്യാമറ ഇതാക്കാം. എനിക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ. വെള്ളം ഒഴിക്കൂല്ലേ? വെള്ളം കുറച്ച് ഒഴിക്കണേ. ചേനയ്ക്ക് അത്യാവശ്യം കുറച്ച് വേവുണ്ടല്ലോ. നമ്മളൊരു കുക്കറിലൊന്നും അല്ലല്ലോ ഉണ്ടാക്കണം. അപ്പോൾ ഒന്ന് വേവാൻ എനിക്ക് കുറച്ച് ഒന്ന് ആവശ്യത്തിന് ഇത്തിരി വെള്ളം ഒഴിച്ചു. ഒരു 1/2 ഗ്ലാസ് ഒക്കെ ഒഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ 1/2 ഗ്ലാസ് ഒഴിച്ചു. ഉപ്പേരിക്ക് നമ്മൾ സാധാരണ നമ്മൾ ഉപ്പേരി വയ്ക്കണ ഗ്ലാസ് ഒഴിച്ചു. അതിപ്പോൾ അതിൽ ഒരു കഷ്ണം ചേനയും ഒരു കായൊക്കെ ഉള്ളൂ. കുറച്ചേ ഉള്ളൂ. നമ്മൾ കുറച്ചൊക്കെ അല്ല, കുറച്ച് കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ഒരു ഇതിൻ്റെ രൂപത്തിൽ അതിനനുസരിച്ചിരുന്ന വെള്ളമൊക്കെ. എനിക്ക് ആവശ്യം ഉപ്പ് വേറെ ഇടത്തട്ടോ. ഉപ്പ് അധികമായി ഒരു സാധ്യത ഉണ്ടാവില്ല. ഉപ്പ് കുറച്ചിട്ടിട്ട് ഇനി കമ്മിയാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പൊടി മീതിട്ട് കൊടുത്താലും മതി. അല്ല അമ്മ, അപ്പോൾ ഈ ചേനയിൽ വേഗം ഉപ്പ് പിടിക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഈ ഉരുളക്കിഴങ്ങിലൊക്കെ പിടിക്കുമല്ലോ? അങ്ങനെയൊന്നും ഇല്ല. ഇത് ഇനി ഇതൊന്നാണ്ട് അടച്ച് വെച്ച് ഒന്നാണ് വേവിക്കുക. എല്ലാ കരിയാതെ നോക്കണം. ഞാൻ അതെൻ്റെ ഒരളവിന് കുറച്ചിട്ടിട്ടേ ഉള്ളൂ. ഉപ്പൊക്കെ നമുക്ക് ചിലർക്ക് കൂടുതൽ വേണ്ടി വരും, ചിലർക്ക് കമ്മി വേണ്ടി വരും. അതൊന്നും ഇപ്പോൾ ഇതിൽ പറയാൻ പറ്റിയല്ലോ. ഒക്കെ നമുക്ക് വയ്ക്കണവർക്കറിയാം. ഒരു കൈ അളവിനുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഇട്ടു. അതൊന്നും ഇതിൽ ഒന്ന് അരിഞ്ഞിട്ടോട്ടെ. അരിഞ്ഞിട്ടോളൂ. എരി വേണമെന്നുള്ളവർക്ക് ഇട്ടാൽ മതിയേ. കുട്ടികളുള്ളവർക്കൊന്നും ചിലപ്പോൾ ഇത് പറ്റില്ല. അപ്പോൾ ചിലർക്ക് ഉപ്പേരിക്ക് നല്ല എരി വേണ്ടവരുണ്ടാവും. അങ്ങനെ ആകുമ്പോൾ ഈ ചീനമുളക് ഇതില്ല, അത് നല്ല
ഒരു ഇതുള്ള സാധനമാണ്. കാരണം ഇത് എല്ലാ അസുഖത്തിനും അതിനൊന്നിനൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് ആൾക്കാർ. പണ്ട് ഇതിനെ എല്ലാവരും തള്ളിക്കളഞ്ഞാറുണ്ടോ, ഇപ്പോൾ മുമ്പിൽ താണ് നിൽക്കുന്നത്. അപ്പം എന്താ വിലയൊക്കെ കൂടിയല്ലോ ചീനമുളകിന്. ചീനമുളക് അപ്പോൾ എരി അത്യാവശ്യം വേണം. ഇതിപ്പോൾ ഒരു വറ്റൽ മുളക് കൊണ്ട് ഇത്ര എരി ഉണ്ടാവുള്ളൂ ഉപ്പേരിയില്ല. അപ്പോൾ എരി വേണമെന്നുള്ളവർക്ക് വേണം. ഞാൻ തന്നെ നിർത്തി ഇനിയിപ്പോൾ ഇത് അടച്ചു വെക്കുക അല്ലേ? എന്തും പിന്നെ ഒന്നും അരച്ച് വെച്ചിട്ട് വേവിക്കാണ്ട് കൊടുത്തിട്ട് സിമ്മിൽ ആക്കണ്ടേ? കളച്ചില്ലേ? അപ്പോൾ നമ്മളിതിനെ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്നങ്ങോട്ട് അടച്ചു വെക്കുക. ഇനി മെല്ലെ തീയൊന്ന് താത്തി കൊടുത്ത് മെല്ലെ കടന്നു വേവട്ടെ. ഒറ്റ ഇതിൽ വെന്ത് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോയാലോ. മെല്ലെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ കുറച്ച് വെന്ത് വന്നാൽ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റൊക്കെ വേണ്ടി വരില്ലേ? നമുക്ക് ചേന എടുക്കുമ്പോൾ ചൊറിയണ ചേന എടുക്കരുത്. അത് മാത്രം. അതെങ്ങനെ അറിയാം ചൊറിയണ? ഇപ്പൊക്കെ ഈ ഓണക്കാലം ഇപ്പോൾ നമ്മുടെ താണ സീസണാണ്. ഇത് നമ്മളെ തൊടിയിൽ നിന്ന് പറിച്ച ചേനയാണ്. കുറേ വലിഞ്ഞിങ്ങനെ കിടക്കണ ചേന കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോഴാണ് അത് ചൊറിയോ എന്നൊക്കെ തോന്നുക. ഇത് കണ്ടുപിടിക്കാൻ നല്ല വഴിയുണ്ടോ? ഈ ചിങ്ങത്തിലുമൊക്കെ ഒരുവിധം ചേനയൊക്കെ വേവും. കാലം തെറ്റി കിട്ടുമ്പോഴാണ് വേവാതിരിക്കുക, ചെറിയതൊക്കെ ചെയ്യുക. പിന്നെ ഇപ്പം ഏത് കഷ്ണം വേവാനും കുക്കറുണ്ടല്ലോ, കുക്കറിലിട്ട് കഴിഞ്ഞാൽ വേവുമല്ലോ. നമ്മളിത് കുക്കറിലല്ല ചീൻചട്ടിയിലാണ് ഈ ഉപ്പേരി വെക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുത്തത്. ചേനയൊന്നും കൂടി വെന്ത് വരാൻ വേണ്ടി. വെന്ത് വരട്ടെ. ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ ഇന്ന് പാകണ്ടോ നോക്കുക. ഇത് വെന്തുണ്ടാവില്ലേ? ഇപ്പോൾ വെന്തു. ഇപ്പോൾ അത് വെന്തു. ഇത്ര വെന്തു. അല്ലാതെ വിരകി കഴിഞ്ഞ ഉപ്പേരിയല്ലേ. ഒന്ന് കടിക്കാൻ സാധിക്കും. ചിലർക്ക് പിന്നെ വെന്ത് കുഴഞ്ഞ ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ഇപ്പോൾ വെന്തു വേവായി. നമുക്കിനി ഇത് വലിയിക്കുക. ഇങ്ങനെ സിമ്മിലിട്ടിട്ട് നമ്മളിത് ഇങ്ങനെ ഇളക്കി വലിയിക്കുക. ആണെങ്കിൽ ഉപ്പ് നോക്കാം. ഉപ്പ് കമ്മി ഉണ്ടാ തോന്നിയാൽ ഉച്ചക്കരട്ട് കൊടുക്കാം. അല്ലാതെ ആദ്യമേ ആരിട്ട് ഉപ്പ് ഏറി കഴിഞ്ഞാൽ പിന്നെ അത് വലിച്ചെറിയാനായിട്ട് വിളിക്കുക. ഉപ്പ് ഏറരുത്. നമ്മൾ എന്ത് സാധനം വെക്കുമ്പോഴേ ഉപ്പ് കമ്മിയായി ആദ്യം ഇടണം. പിന്നീട് ഉപ്പില്ലയെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഉപ്പ് കൂടിയാലും പ്രശ്നമാണ്. കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അതാണ് ഉപ്പിൻ്റെ ഇത്. ഈ കായയുടെ ഉപ്പേരി വെക്കുമ്പോഴും കായലും അങ്ങനെയാണെന്ന് പറയുന്നത്. കായ മാത്രം വെക്കുകയാണെങ്കിൽ മഞ്ഞൾ ഇഷ്ടമുള്ളവർക്ക് ഒരു മഞ്ഞപ്പൊടി വേണമെങ്കിൽ ഇതിലും മഞ്ഞപ്പൊടി ഇടാൻ പാടില്ല. ഇതിൽ വേണമെങ്കിൽ ഇടാതെയും വെക്കുക. ഞാനിപ്പോൾ ഇത് ഇട്ടിട്ടില്ല എന്ന് മാത്രം. ഇത് വെണ്ടക്കായാണ്. ഇപ്പോഴും ഇനി ഇത് വറ്റണോ? അത് ഇങ്ങനെ അതിനിങ്ങനെ വലിക്കും. സിമ്മിലിങ്ങനെ പറഞ്ഞിട്ട് വലിക്കും. വലിയണം. എത്ര മിനിറ്റ് വേണ്ടി വരും? ഒരു 5 മിനിറ്റ് ഒക്കെ മതിയോ? അത് നമ്മൾ അടുപ്പിനനുസരിച്ച് വലിയ അടുപ്പാണെങ്കിൽ ഇപ്പോൾ താനായി. ഇങ്ങനെ ഇളക്കി കൊടുത്താൽ ഒരു ലേസല്ലേ ഞാൻ വെച്ചിട്ടുള്ളത്. അടുപ്പിലാണെങ്കിൽ അപ്പോൾ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയില്ലേ? ഇപ്പോൾ ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി അത്ര കഷ്ണമൊന്നും ഇല്ലല്ലേ? കഷ്ണമൊക്കെ ചുരുങ്ങി കുറച്ച്. അത് നല്ല വെന്ത് കുറച്ച് വെള്ളം അധികമായിരുന്നു. റിച്ചാണെന്ന് തോന്നുന്നു. അതെ. അപ്പം ശരി അമ്മ, അങ്ങനെയാണെങ്കിൽ നമുക്കിത് ക്ലോസ് ചെയ്യാം അല്ലേ? അപ്പോൾ ഈ ഒരു റെസിപ്പിയുടെ എപ്പിസോഡ് ഇതാ ക്ലോസ് ആവാണ്. അപ്പോൾ എല്ലാവരും ചാനൽ കാണാൻ പറയൂ അമ്മ. എല്ലാവരും ചാനൽ കാണുക. അതൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുക. നാടൻ ഉപ്പേരിയാണ്. തരിക്കൊന്നും കേടില്ല. വീട്ടിലുണ്ടാവുന്ന സാധനമാണ്. കായും ചേനയൊക്കെ കറിവേപ്പിലൊക്കെ അത്രയൊക്കെ പറയാനുള്ളൂ. ശരി എന്നാൽ ബൈ ബൈ. ബൈ ബൈ.